മദ്യത്തിന്റെ നികുതി ഇളവ് എക്സൈസ് മന്ത്രി അറിഞ്ഞില്ല. UDF-ൽ ഭിന്നത. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് UDF-ൽ വിവാദം പുകയുന്നു. സംസ്ഥാന ബജറ്റിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ച ഈ നികുതി ഘടന പരിഷ്കാരം എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു മുൻകൂട്ടി അറിഞ്ഞില്ല. മദ്യനയവുമായി ബന്ധപ്പെട്ട ഇത്തരം നിർണായകമായ നയപരമായ മാറ്റങ്ങൾ എക്സൈസ് വകുപ്പ് മുൻകൈയെടുത്ത് തയ്യാറാക്കേണ്ടതാണെന്നിരിക്കെ വകുപ്പ് മന്ത്രിയെ പോലും ഇരുട്ടിൽ നിർത്തിയാണ് മുഖ്യമന്ത്രി VD സതീശന്റെ പ്രഖ്യാപനമുണ്ടായത്. ഇതോടെ മദ്യനയത്തെ ചൊല്ലി UDF-ൽ ഭിന്നത രൂക്ഷമായി. മുഖ്യമന്ത്രി VD സതീശനെ കാണാൻ അനുമതി തേടിയിട്ടും NSSന് നൽകിയില്ലെന്നും സതീശൻ അഹങ്കാരിയാണെന്നും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. 2 തവണ അനുമതി തേടിയിട്ടും മുഖ്യമന്ത്രി കാണാൻ അനുവദിച്ചില്ല. പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി സുകുമാരൻ നായർ രംഗത്തെത്തിയത്. ഇൻകം ടാക്സ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വന്നതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില ഗണ്യമായി കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഇന്ധനവില കുറച്ച് പാകിസ്ഥാൻ. പെട്രോൾ വില ലിറ്ററിന് 74 രൂപയും ഡീസലിന് 67 രൂപയും കുറയ്ക്കുന്നതായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചു. ഇതോടെ പെട്രോൾ വില ലിറ്ററിന് ഏകദേശം 101 ഇന്ത്യൻ രൂപയാകും, ഡീസലിന് 105 ഇന്ത്യൻ രൂപയും. എണ്ണവില കുതിച്ചുയർന്നപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 3-ന് പാകിസ്ഥാൻ സർക്കാർ പെട്രോൾ വില ലിറ്ററിന് ഒറ്റയടിക്ക് 137 രൂപ കൂട്ടിയിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിലൂടെ നാട്ടിൽ മുഴുവൻ മദ്യമൊഴുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് മുൻ മന്ത്രി MP രാജേഷ്. കേരളത്തിൽ മദ്യമൊഴുക്കി നികുതി ഇളവിലൂടെ സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കുന്നതിന് പിന്നിലെ താല്പര്യം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. കർണാടക മദ്യലോബിയാണ് ഇതിന് പിന്നിലുള്ളതെന്നും ഇതിന് എത്ര കിട്ടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോകമെമ്പാടുമുള്ള ടെലിവിഷൻ പ്രേക്ഷകരെ 5 പതിറ്റാണ്ടിലേറെക്കാലം പൊട്ടിച്ചിരിപ്പിച്ച് പ്രശസ്ത അമേരിക്കൻ സിറ്റ്കോം സംവിധായകൻ ജെയിംസ് ബറോസ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനശക്തിയുള്ള സംവിധായകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1974 പ്രശസ്തമായ ദി മേരി ടൈലർ മൂർ ഷോയിലൂടെയാണ് ജെയിംസ് ബറോസ് തന്റെ സംവിധാന ജീവിതത്തിന് തുടക്കമിട്ടത്. സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പിൽ മാറ്റം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ മന്ത്രാലയം അറിയിച്ചു. നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് വ്യാപകമായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്ന് 2 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെയും മറ്റന്നാളും 8 ജില്ലകളിൽ വീതം യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം നൽകി വിജിലൻസ്. വയനാട് യൂണിയനുമായി ബന്ധപ്പെട്ട് നടന്ന 10 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ അന്വേഷണം പൂർത്തിയായി. ഇക്കാര്യം അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഹെയ്തിക്കെതിരെ ബ്രസീലിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ലാറ്റിൻ അമേരിക്കൻ കരുത്തർ ഹെയ്തിയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ മാത്യൂസ് ക്യൂഞ്ഞ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ വിനീഷ്യസ് ജൂനിയർ 1 ഗോൾ സ്വന്തമാക്കി കളത്തിൽ നിറഞ്ഞു നിന്നു. ഈ വിജയത്തോടെ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ 1-ാം സ്ഥാനത്തെത്തി. എന്നാൽ സൂപ്പർ താരം റാഫീഞ്ഞയ്ക്ക് മത്സരത്തിനിടെ ഏറ്റ പരിക്ക് ടീമിനെ ചെറിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകളിലും വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളിലും വൻ ക്രമക്കേട് നടന്നതായി റിപ്പോർട്ട്. സംഭവം വിവാദമായതോടെ RSS നേതൃത്വം കടുത്ത പ്രതിരോധത്തിലായി. ക്ഷേത്രത്തിന് മേൽനോട്ടം വഹിക്കുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ പ്രമുഖ ഭാരവാഹികളെല്ലാം RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരായതായാണ് സംഘടനയ്ക്ക് തിരിച്ചടിയായത്. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ നാളെ നീറ്റ് പുനഃപരീക്ഷ നടക്കും. പരീക്ഷയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നാളെ നടക്കുന്ന പുനഃപരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ പുതിയ അഡ്മിറ്റ് കാർഡ് ഉപയോഗിക്കണമെന്ന് NDA കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.